ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് എല്ലാ ദിവസവും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ നോക്കിയതുണ്ട്, ഇന്നും ചോദിക്കുന്ന ഒരുപാട് പേർ. അവർക്കുള്ള മറുപടിയാണ്: ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ മികച്ച പുരോഗതി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഡോക്ടേഴ്സ് ഉള്ളത്. മരുന്നുകളോട് ശരീരം മികച്ച രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിൽ ഇറങ്ങിയിരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് എസ് ശ്യാംകുമാറാണ്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ഉമാ തോമസ് എംഎൽഎയുടെ കാര്യത്തിലും നല്ല വാർത്തകൾ വരാനായിട്ട് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും അണുബാധയൊന്നും കൂടുന്നില്ല, അതൊരു നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്? പ്രജിൻ, ക്രിസ്റ്റീന, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് പുതുവർഷ ദിനത്തിൽ നമുക്ക് ഉമാ തോമസിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു, ഓരോ ദിവസവും വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ച് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. കൂടാതെ ക്രിസ്റ്റീന പറഞ്ഞ പോലെ തന്നെ അണുബാധ കൂടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. ശ്വാസകോശത്തിലുണ്ടായ പരിക്കുകളുടെ അളവ് കുറയുന്നു. തലച്ചോറിൽ പുതിയ പരിക്കുകൾ കണ്ടെത്താത്തതൊക്കെ ആശ്വാസകരമാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും അർദ്ധ അബോധാവസ്ഥയിൽ തന്നെയാണ് എംഎൽഎ ചികിത്സയിൽ തുടരുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി വീണ്ടും മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അതിനുശേഷം എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ 24 മണിക്കൂറിലെ വിലയിരുത്തും. തുടർന്നാകും മാധ്യമങ്ങളോട് എംഎൽഎയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ പങ്കുവെക്കുക. ഏതായാലും ഇന്നലെ കൈകാലുകൾ ചലിപ്പിച്ചതുൾപ്പെടെ വലിയ പുരോഗതി ചികിത്സയിൽ കാണിക്കുന്നു എംഎൽഎ എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനി ഈ പുതുവർഷ ദിനത്തിൽ എംഎൽഎയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നല്ല വാർത്തകൾ പങ്കുവെക്കാനാകുമെന്നാണ് നമുക്കും പ്രതീക്ഷിക്കാവുന്നത്. ശരി, ശ്യാംകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.